ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതാ നമ്മുടെ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമുക്കൊരു 1.5 കപ്പ് പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഈ 1.5 കപ്പ് പത്തിരിപ്പൊടി എന്ന് പറയുന്നത് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ടുള്ള പൊടിയാണ്, തരിച്ചെടുത്തിട്ടുള്ള പൊടിയാണ്. അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇങ്ങനത്തെ പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പത്തിരിക്കൊക്കെ ഉള്ള പൊടിയില്ലേ, വാങ്ങുന്ന പൊടിയായാലും മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന അരി കഴുകി ഊറ്റി വെച്ച് പൊടിച്ച് തരിച്ചെടുത്ത് വറുത്തെടുക്കുന്ന പൊടിയായാലും മതി കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തിളപ്പിച്ച വെള്ളമാണ് വേണ്ടത്. ഒരു നൂൽപുട്ടിൻ്റെ പരുവത്തിൽ ആവത്തക്ക വിധത്തിൽ, ആ ഒരു മാവിൻ്റെ പരുവത്തിലാവത്തക്ക വിധത്തിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാറ്റി വെക്കാം കേട്ടോ. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ഇതിൽ വെള്ളം ഏറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാനിലിട്ടിട്ട് പരത്തുന്ന ടൈമിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് പാകത്തിന് വെള്ളം, അതായത് ഒരു നൂൽപുട്ടിൻ്റെ പരുവത്തിലാവുമ്പോൾ നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പേരാണ് കട്ടിപ്പത്തിരി. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊന്നും കരുതിയിട്ടില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഇത് തയ്യാറാക്കിയെടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. വെറുതെ കഴിക്കാൻ ടേസ്റ്റാണെങ്കിൽ ഇപ്പോൾ കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് ഒരു ചട്ടണിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തിയൊക്കെ ചേർത്ത് കൂട്ടിയാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്കൊരു കപ്പ് നാളികേരം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. 1 കപ്പോ 1.5 കപ്പോ ചേർക്കാം. നാളികേരം നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടിയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒന്ന് ചൂടാറി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂടിൻ്റെ ആ ഒരു പരുവെത്തുമ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് കുഴച്ചെടുക്കാം. നമുക്ക് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം പാകത്തിന് തന്നെയാണ്. കുഴയ്ക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നല്ല പാകത്തിനുള്ള ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ വറക്കാത്ത പൊടി ആയതുകൊണ്ടാണ് 1.5 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം പാകത്തിന് കിട്ടിയത്. നമ്മൾ വറുത്ത പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1.5 കപ്പ് പൊടിക്ക് ഒരു 1.5 മുതൽ 1.25 കപ്പ് വരെ വെള്ളം വേണ്ടി വരും. അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ വെള്ളം ചേർക്കേണ്ടി വരും. വറക്കാത്ത പൊടിയാവുമ്പോൾ 1 കപ്പ് വെള്ളം തന്നെ ധാരാളമാണ്. അപ്പോൾ അത് നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നല്ലൊരു ഇതൊരു എന്താ പറയുക, നല്ല കുഴച്ച് നല്ല മയത്തിലാക്കിയിട്ട് എടുക്കാം. ചൂടായതുകൊണ്ട് ഇടയ്ക്കൊന്ന് കൈ വെള്ളത്തിലൊന്ന് മുക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൈ മുക്കി കുഴയ്ക്കുമ്പോൾ അത് പാകത്തിനായിട്ട് കിട്ടിക്കോളും. നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ച് നല്ല മയത്തിലുള്ളൊരു മാവാക്കിയിട്ട് കൊണ്ടുവരാം. ഇപ്പോൾ നമ്മുടെ മാവ് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് തയ്യാറാക്കി എടുക്കുന്നത് എങ്കിൽ പോലും വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ വെളിച്ചെണ്ണ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ മാവ് ഇതുപോലെ വലിയൊരു ബോളാക്കിയിട്ട് നമുക്ക് പാനിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ പരത്തി കൊടുക്കാം. അപ്പോൾ കട്ടിപ്പത്തിരി എന്നാണ് നമ്മുടെ ഈ ഒരു റെസിപ്പിയുടെ പേര്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയിൽ വേണം നമ്മുടെ ഇത് പരത്തിയെടുക്കാനായിട്ട്. കൂടുതലായിട്ട് തിന്നായിട്ട് പോകരുത്, നല്ല കുറച്ച് കട്ടിയിലിരുന്നോട്ടെ. അപ്പോൾ ഇതുപോലെ പരത്തിയെടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ ചൂട് കയറുകയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പരത്താൻ കുറച്ച് പാടാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ കൈ മുക്കിയിട്ട് നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇത് തയ്യാറാക്കി എടുക്കുമ്പോൾ കുറഞ്ഞ തീയിലിട്ടിട്ട് മാത്രം ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇൻഡക്ഷനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് 600 വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ 400 കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞ തീയിലിട്ടിട്ട് മുരിയിച്ചെടുക്കണം. പിന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പുറം ഭാഗം 2 വശവും നല്ലതുപോലെ മുരിഞ്ഞ് കിട്ടും, പക്ഷെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പരത്തിയ ഉടനെ തന്നെ മറിച്ചിട്ട് കൊടുക്കാതിരിക്കുക, അപ്പോൾ നടു പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിതുപോലെ തിരിച്ചു മറിച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ബാക്കിയുള്ള മാവും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റത്തിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് കറിയൊന്നും വേണമെന്നില്ല. നല്ല ചൂട് കട്ടൻ ചായയും ഈ ഒരു അപ്പം കൂടിയും കഴിച്ചു കഴിഞ്ഞാൽ
വയറ് ഫുള്ളാവും. പിന്നെ നമുക്ക് കറി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ വല്ല ഉള്ളി റോസ്റ്റോ അല്ലെങ്കിൽ മുട്ട റോസ്റ്റോ ചട്ടണിയോ ചമ്മന്തിയോ ഒക്കെ അതിന് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ ചിക്കൻ വരട്ടായാലും കുഴപ്പമൊന്നുമില്ല, മീൻകറി ആയാലും കുഴപ്പമില്ല, ഏതൊരു കറി നമ്മുടെ ഈ ഒരു കട്ടിപ്പത്തിരിക്ക് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്താ പറയുക, ഒഴിവുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വൈകിയാവും നീക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിരക്കിട്ട ദിവസങ്ങളിൽ ഇതുപോലുള്ള റെസിപ്പീസ് തയ്യാറാക്കിയെടുക്കാം. സിമ്മിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറഞ്ഞ തീയിലാക്കി വെച്ച് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഈ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ അത് കമൻറ്റ് ബോക്സിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്. അപ്പോൾ അതിൽ ആ ഒരു ബെല്ലൈക്കൺ അമർത്തിയാലുള്ളൂ ഞാൻ ഇനി ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.